ചോദ്യം വായിക്കുക. ഒരു ത്രികോണത്തിൻ്റെ ചുറ്റളവ് 66 സെൻറ്റിമീറ്റർ ആയാൽ ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ത്രികോണത്തിൻ്റെ വശമാകാൻ സാധ്യത ഇല്ലാത്തതേത്? ഇങ്ങനെ ഒരു ത്രികോണത്തിൻ്റെ ചുറ്റളവ് തന്നിട്ട് ത്രികോണത്തിൻ്റെ വശങ്ങൾ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം ആ ചുറ്റളവ് എത്രയാണോ ആ ചുറ്റളവ് അങ്ങോട്ട് എഴുതിയിടുക. അയാളുടെ പകുതി പറയുക. 66/2 എന്ന് പറയുമ്പോൾ എത്രയാണ്? 33. ഇനി അതാണ് നമ്മുടെ ആൾ. ഈ 33 നമുക്ക് എടുക്കാൻ പറ്റില്ല. 33-നേക്കാൾ ചെറുതായിട്ടുള്ള ഏതൊരാളെ എടുക്കാം. 33-നേക്കാൾ ചെറുതായിട്ടുള്ള ഏതൊരു സംഖ്യ വേണേലും നമുക്ക് എടുക്കാം. അപ്പോൾ നമ്മുടെ ചോദ്യത്തിൽ 33-നേക്കാൾ ചെറുതാണോ ഒന്നും നമുക്ക് വശമായിട്ട് എടുക്കാം. 32 എന്നുള്ളത് 33-നേക്കാൾ ചെറുതാണ് എടുക്കാം. 31 എടുക്കാം. അപ്പോൾ എടുക്കാൻ പറ്റാത്ത ആരെയാ? 33. അപ്പോൾ നമ്മൾ പറഞ്ഞു പകുതിയായിട്ട് വന്നിരിക്കുന്ന സംഖ്യ എടുക്കാൻ പാടില്ല, അതിനേക്കാളും ചെറുതായിട്ടുള്ളത് എടുക്കാം. അപ്പോൾ 33 ആണ് നമ്മുടെ ആൻസർ. ഇതാണ് വശമാകാൻ സാധ്യതയില്ലാത്തത്.